ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റോഡ് കണ്ടോ, ഒരു ഇല പോലും ഇല്ലാതെ കിടക്കുന്നത്. ഇതേ ഞാൻ രാവിലെ വന്ന് തൂത്തുവാരിയതാട്ടോ. തൂത്തുവാരി ഇവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്, ഇനി കത്തിച്ച് കളയണം. അപ്പം ഇത് നമ്മുടെ പുതിയ വീടാണ്. നമ്മൾ താമസിക്കുന്ന വീട് അപ്പുറത്താണ്, നമ്മുടെ പുതിയ വീടാണ്. ഇതൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ തൂത്തുവാരാൻ വന്നപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതുപോലെ റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ വെച്ച വീടാണ് കേട്ടോ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള നമ്മുടെ കൊട്ടാരമാണിത് കേട്ടോ. അപ്പം നമ്മൾ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈയിടെ പണിത ഗേറ്റാണേ. ഇങ്ങനെ തള്ളി വിടുന്ന ഗേറ്റാണ്. നമുക്ക് പിക്കപ്പും ടിപ്പറൊക്കെ കയറേണ്ടത് കൊണ്ട് നമ്മളിങ്ങനത്തെ ഗേറ്റാണ് വെച്ചിരിക്കുന്നത്. നമുക്കകത്തേക്ക് കയറാം. ഇതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അത്യാവശ്യം അകത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ടൈലൊക്കെ ഇട്ടു. ഇനി നമുക്കിത് ഈ ഒരു പോർഷൻ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയ വരുന്നതാണ് കേട്ടോ. അവിടവും കൂടി ഇനി പണിയാനുണ്ട്. എല്ലാ പണിയും തീർന്നിട്ട് വീട് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷേ ഇന്നിപ്പം ഇവിടെ ആരുമില്ല, പണിക്കാരൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലിരുന്ന കുറച്ച് ചെടിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ താമര ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന അപ്പുറത്താണ്. ആ വീടിൻ്റെ ടെറസിലായിരുന്നു ഈ താമരയൊക്കെ ഇരുന്നത്. ഇപ്പം ഞാനിത് ഇങ്ങോട്ട് മാറ്റി കേട്ടോ. ഇവിടെ മുറ്റത്ത് അത്യാവശ്യം നല്ല വെയിൽ കിട്ടും. ഇനിയിപ്പം ഡിസംബർ ആയതുകൊണ്ട് മഞ്ഞാണല്ലോ നമ്മുടെ ഇടുക്കിയിൽ പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാ താമരയും തന്നെ ഡോർമെൻ്റായി. ഇനി കിഴങ്ങൊക്കെ എടുക്കണം. ഇന്ന് നമ്മുടെ പിക്കപ്പിന് ഓട്ടോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ കിടക്കുവാണ്. അത് എൻ്റെ കേക്കിൻ്റെ ഒരു ഫ്ലെക്സാണ് ഇരിക്കുന്നത്. മറ്റേത് നമ്മുടെ വീട് പണിയുന്ന സംഭവങ്ങളെല്ലാം ഉള്ളൊരു ഫ്ലെക്സാണ്. എൻ്റെ ചേട്ടായുടെ ഫ്ലെക്സാണ് കേട്ടോ. ചേട്ടായിയുടെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ചേട്ടായിയുടെ ആ ഒരു ഹയറിങ് പരിപാടിയുടെ. ഇതാണപ്പോൾ നമ്മുടെ വീട്. ഇത് ഫുള്ള് 10 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ഏരിയയിലാണ് വീടിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ പോർഷൻ പറയുമ്പം നമ്മുടെ ഗോഡൗണാണ് കേട്ടോ. ഗോഡൗൺ എന്ന് പറയുമ്പം നമ്മൾ വീട് പണിയാനായിട്ട് കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള മെഷീനറീസ്, പിന്നെ അതിൻ്റെ തകിട്, ജാക്കി, സ്പാന് മുതലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ വയ്ക്കുന്ന സ്ഥലമാണിത്. ഇത് ഫുള്ള് സാധനം ഇപ്പം ലോഡ് കയറി പോയേക്കുവാണ്. കുറച്ച് തകിട് മാത്രമേ ഇരിപ്പുള്ളൂ കേട്ടോ. നമ്മൾ വാർക്കയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഇത് കണ്ടോ. ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് കരിയോലൊക്കെ അടിച്ചിങ്ങനെ വയ്ക്കും. ഇതാണുള്ളത്. നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മൾ ഈ വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിലേക്ക് മാറും കേട്ടോ. അപ്പം ഇത് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ച് വെച്ചേക്കുന്ന പെട്രിയാണ് കേട്ടോ. ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇതിലിനി ഫ്ലവറിങ് ആവുമ്പം വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇത്രയൊക്കെ വരുന്നതേ ഉള്ളൂ ഇവിടെ. നമ്മൾ താമസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട് നമ്മളെപ്പോഴും തൂത്ത് വന്ന് വാരി ഇടാറുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇന്ന് വന്നതാണ് ഇപ്പുറത്തേക്ക്. അന്നേരത്തേക്ക് നിങ്ങളെയൊക്കെ എൻ്റെ വീടൊന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ. ഇനി ഒരുപാട് പണികളുണ്ട്. അകത്ത് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. അകമൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ ഒരു ചെടി അറിയാമോ നിങ്ങൾക്ക്? ഇത് നമ്മുടെ കള്ളിപ്പാല എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മൾ പുതിയ വീടൊക്കെ പണിയുമ്പോൾ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കെട്ടിത്തൂക്കിയിടുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ആ കെട്ടിത്തൂക്കിയിടാൻ കൊണ്ടുവന്ന കഷ്ണം ഇവിടെ കുഴിച്ചു വെച്ചു. അതിപ്പോൾ ഇത്രയും വലിയൊരു ചെടിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തണ്ടിൽ ഇതേ മുള്ളുകളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലകൾ കാണാനായിട്ട്. ഇതേ വീടിൻ്റെ ഈ ഒരു പോർഷനൊക്കെ തേക്കാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഫ്രണ്ടൊക്കെ നമ്മൾ തേച്ചിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ വണ്ടി. അതിൻ്റെ ഫ്രണ്ട് സോളിഡ് ബിൽഡേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പൊങ്ങമ്പാറയിൽ കൺസ്ട്രക്ഷൻ്റെ ഹയറിങ് സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കേക്ക് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇത് എല്ലാ താമരയും തന്നെ അത്യാവശ്യം ഡോർമെൻ്റ് ആയെങ്കിലും നമ്മുടെ
പിങ്ക് ക്ലൗഡ് ഒരു സുന്ദരിയായിട്ടുള്ളൊരു മുട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇനിയും മുട്ട് വലുതാകാനുണ്ട്. അപ്പം നമുക്ക് വിരിയിച്ച് കൊടുക്കാം. നല്ലൊരു അടിപൊളി ഫ്ലവറായിരിക്കും. പിന്നെ കുറച്ച് നമ്മുടെ ആമ്പലൊക്കെ ഇപ്പോഴും ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ട്രോപ്പിക്കൽ ആമ്പലായതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിട്ട് പൂവിടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെയൊക്കെ പൈപ്പിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നതേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ കുഴി പോയിട്ടുണ്ടായിരുന്നു. ഓസൊക്കെ ഇട്ടതാണ്. അതാണ് മണ്ണൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അരീളിയ പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെ ചെറിയ കമ്പൊടിച്ച് കുത്തി ഇങ്ങനെ ചട്ടിയിൽ വെച്ചേക്കാണ്. ഇതെല്ലാം നമ്മൾ ബോൾ അരീളിയ, ഇത് വെട്ടി ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് എൻ്റെ കയ്യിലുള്ളതിൽ ഈ സാൻസോവീരിയയുടെ യെല്ലോ ഷെയ്ഡ് കേട്ടോ. ഇതാണ്ട് ആ നിൽക്കുന്നതാണ് ബോളരീലിയയുടെ ഒരു മദർ പ്ലാന്റ്. ഇതിൻ്റെ കൊമ്പുകൾ കുത്തി വെച്ചിട്ടാണ് അപ്പുറത്ത് നിൽക്കുന്ന പ്ലാന്റ് എല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ പുതിയ വീട്, ഇതിൻ്റെ പാലുകാച്ചലൊക്കെ ആകുമ്പോൾ വീഡിയോ ഞാൻ ഫുള്ള് ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ പഴയ ഇപ്പം താമസിക്കുന്ന വീടുകൂടെ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഞാൻ വെളിയിലിറങ്ങി ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പം നമ്മുടെ വീട് ടാറ്റ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം. ഇവിടെ തീപ്പെട്ടിയില്ല, ഇത് കത്തിച്ച് കളയാനേ. അപ്പം തീപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരണം. ഇത് നമ്മുടെ അയൽവക്കത്തെയൊക്കെ വീടുകളാണ് കേട്ടോ. എല്ലാവരും തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ഒരു വീട്, അതെ അങ്ങോട്ടൊരു റോഡുണ്ട്, ഇങ്ങോട്ടൊരു റോഡുണ്ട്. ഈ റോഡെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന റോഡ്. ഏലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത വീടുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വീടുകളാണ് എല്ലാം തന്നെ. അപ്പുറത്തൊരാൾ ഫോൺ വിളിക്കുന്ന ഒച്ചയാണ് കേട്ടെ. അപ്പം നമ്മൾ നമ്മുടെ ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. ദാണ്ടി കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ പോകുന്നത്. അന്നേരം നമ്മൾ ഈ വീട് വാടകയ്ക്ക് കൊടുക്കും കേട്ടോ. 2 നിലയുള്ള വീടാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെയായിരുന്നു നമ്മുടെ താമരയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീട്. ഇവിടെ ആരോ കൊണ്ടൊരു ഓട്ടോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഓട്ടോ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറിപ്പോട്ടെ. ബായ്.